നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ കീമോതെറാപ്പി ഓഫ് പ്രോട്ടോസോവൽ ഡിസീസ് ആണ് പഠിച്ചത്. ഓക്കെ, ഷിഹാന എന്താണ് കീമോതെറാപ്പി ഓഫ് പ്രോട്ടോസോവൽ ഡിസീസ്? Trypanosomiasis and trichomoniasis. Okay. Adulya, chemotherapy for malaria work. Falciparum. Adulya എന്താണ് Plasmodium falciparum? Okay, then ten. എന്താണ് ക്വാർട്ടൻ മലേറിയ? ക്വാർട്ടൻ നെഫ്രോസിസ്. ഓക്കെ, അതിലെ ലെഫ്റ്റ് ആയി. ഓക്കെ, ഷെമീന. Okay, what are the site of action for anti-malarial drugs? Okay, Shemi. Okay. ഷെമീനന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, മ്യൂട്ട് ചെയ്തോ. സെല്ലിയ. സെല്ലിയ. ഓക്കെ, സൈറ്റ്സ് ഓഫ് ആക്ഷൻ ഫോർ ആന്റി മലേറിയൽ ഡ്രഗ്സ് പറ. Okay. Nishana, continue. Second one. Second one.
Salafandrin. Okay. Alina, next one. Okay. The next one. Okay. Anuja, what are the side effects? Okay. Shamina, what are the contraindications? Okay. ഇത്രയാണ് ഇന്നലെ പറഞ്ഞത്. നെക്സ്റ്റ് വൺ കീമോതെറാപ്പി ഫോർ അമീബിയാസിസ്. കീമോതെറാപ്പി ഫോർ അമീബിയാസിസ്. Okay, amoebius is first one. Amoebius is also called amoebic dysentery. It's an infection of the intestinal tract caused by an Entamoeba histolytica. Okay, അതായത് അമീബിയാസിസിനെ തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് അമീബിക് ഡീസെൻട്രി. ഇതൊരു intestinal ട്രാക്റ്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. അതിന് കാരണമായിട്ടുള്ള രോഗകാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. Okay, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയാണ് രോഗകാരിയായിട്ട് മൈക്രോബ്സ്. Okay, അല്ലെങ്കിൽ പാത്തോജൻ എന്ന് പറയുന്നത് ഇവിടെ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ആണ്. ഒന്നുകൂടി പറയാം. അമീബിയാസ് is also called amoebic dysentery. അമീബിയാസിനെ തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് അമീബിക് ഡീസെൻട്രി. ഇത് intestinal ട്രാക്റ്റിന് ഉള്ള ഒരു ഇൻഫെക്ഷൻ ആണ്. Okay, ഇതിന് കാരണമായിട്ടുള്ള പാത്തോജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ആണ്. നെക്സ്റ്റ് പോയിന്റ് can be acute or chronic. അക്യൂട്ട് ആയിട്ട് സഡൻ ആയിട്ടുള്ളത് കൊണ്ട് അതുപോലെ തന്നെ നീണ്ടു നിൽക്കുന്നതും ആയിരിക്കും. അക്യൂട്ട് ഓർ ക്രോണിക്. നെക്സ്റ്റ് പോയിന്റ് from asymptomatic to mild diarrhea and to fulminant dysentery. Okay, അതായത് അസിംപ്റ്റോമാറ്റിക് ലക്ഷണമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഡയറിയും then and to fulminant dysentery. fulminant dysentery എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡോ അല്ലെങ്കിൽ മ്യൂക്കസോ ഡയറിയിൽ പ്രസൻസ് ആയിരിക്കുന്നത്. അതാണ് ഫൾമിനന്റ് ഡീസെൻട്രി എന്ന് പറഞ്ഞാൽ. ഡീസെൻട്രി എന്ന് പറഞ്ഞാൽ ഡയറിനെ തന്നെയാണ് ഡീസെൻട്രി എന്ന് വിളിക്കുന്നത്. ഫൾമിനന്റ് ഡീസെൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡും മ്യൂക്കസും പ്രസന്റ് ആയിരിക്കുന്നത് സ്റ്റൂളിൽ അല്ലെങ്കിൽ ഡയറിയൽ ബ്ലഡും മ്യൂക്കസും പ്രസന്റ് ആയിരിക്കുന്നതിനാണ് ഫൾമിനന്റ് ഡീസെൻട്രി എന്ന് പറയുന്നത്. അതായത് ഫ്രം അസിംപ്റ്റോമാറ്റിക് ടു മൈൽഡ് ഡയറിയ ആൻഡ് ടു ഫൾമിനന്റ് ഡീസെൻട്രി. അതായത് ലക്ഷണമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഡയറിയ, മൈൽഡ് ആയിട്ടുള്ള ഡയറിയ ഉണ്ടാകും. അതുകൂടാതെ തന്നെ ഫൾമിനന്റ് ആയിട്ടുള്ള ഡീസെൻട്രി മീൻസ് ബ്ലഡോ അല്ലെങ്കിൽ മ്യൂക്കസോ മീൻസ് സ്പ്യൂട്ടം പ്രസന്റ് ആയിരിക്കുന്ന ഡയറിയ. അതിനാണ് ഫൾമിനന്റ് ഡീസെൻട്രി എന്ന് പറഞ്ഞാൽ. Then next one, intestinal diseases. Intestinal disease എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ inward and ulcerate the mucosa of the large intestine or colon. അതായത് എങ്ങനെയാണ് intestinal disease ആകുന്നത് അല്ലെങ്കിൽ ഈ അമീബിയാസിസ് എങ്ങനെയാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ invade and ulcerate the mucosa of the large intestine or colon. അതായത് ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെയോ അല്ലെങ്കിൽ കോളൻ എന്ന് പറഞ്ഞ ഭാഗത്തിൻ്റെയോ മ്യൂക്കോസയിൽ പോയിട്ട് ഇൻവേഡ് ചെയ്യുകയും മീൻസ് അതിനെ ആക്രമിക്കുകയും എന്നിട്ട് അൾസറേറ്റ് ചെയ്യുകയും മീൻസ് അതിനെ വ്യാപിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇൻറ്റസ്റ്റൈനൽ ഡിസീസ് ഉണ്ടാകുന്നത്. ഏതാണ് പോയിന്റ് പറഞ്ഞെങ്കിൽ ഇൻറ്റസ്റ്റൈനൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇൻവേർഡ് ആൻഡ് അൾസറേറ്റ് ദ മ്യൂക്കോസ ഓഫ് ദി ലാർജ് ഇൻറ്റസ്റ്റൈൻ ഓർ കോളൻ. അതായത് കോളൻ്റെയോ അല്ലെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെയോ മ്യൂക്കോസയിൽ പോയിട്ട് ഇൻവേഡ് ചെയ്യുക, അതിക്രമിക്കുകയും അതിൽ അൾസറേറ്റ് ചെയ്യുകയും ചെയ്യണം. മീൻസ് അതിൽ അൾസറേഷൻ വരുത്തുകയാണെങ്കിൽ അതിൽ വ്യാപിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഇൻറ്റസ്റ്റൈനൽ ഡിസീസ്. Then next one, luminal amoebiasis. Luminal amoebiasis എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ഇൻവസീവ് കോളനൈസേഷൻ. അതായത് നോൺ ഇൻവസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ശരീരകോശങ്ങളെയൊന്നും ബാധിക്കാത്ത അല്ലെങ്കിൽ അടുത്തുള്ള ഓർഗൻസിനെ അവയവങ്ങൾ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു ഭാഗത്ത് മാത്രം അഫക്ട് ചെയ്യുന്നത്. അതാണ് ലൂമിനൽ അമീബിയാസിസ്. നോൺ ഇൻവസീവ് കൊളനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു ഭാഗങ്ങളെ അതിക്രമിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ബാധിക്കാത്തത്. അതാണ് നോൺ ഇൻവസീവ്. നോൺ ഇൻവസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് ശരീരകോശങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് അവയവങ്ങളെയോ ബാധിക്കാത്തത്. ആ രീതിയിലുള്ള കോളനൈസേഷൻ ആയിരിക്കും. അതുപോലെയുള്ള കൂട്ടമായിരിക്കും ഉണ്ടാവുക. മീൻസ് പർട്ടിക്കുലർ ആയിട്ട് ഒരു ഭാഗത്ത് മാത്രം അഫക്ട് ചെയ്യുന്നത്. അതിനാണ് ലൂമിനൽ അമീബിയാസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സിസ്റ്റമിക് അമീബിയാസിസ്. സിസ്റ്റമിക് അമീബിയാസിസ് എന്നുണ്ടെങ്കിൽ ബ്രെയിൻ, ലങ്സ് ആൻഡ് ലിവർ.
ഈ ഭാഗങ്ങളെല്ലാം അഫക്ട് ചെയ്യുന്നതായിരിക്കും. ബ്രെയിനിനുണ്ടാകും, ലങ്സിനുണ്ടാകും, അതുപോലെ തന്നെ ലിവറിനൊക്കെ അഫക്ട് ചെയ്യുന്നത്. ഇത്രയും ജസ്റ്റ് അമീബിയാസിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഡ്രഗ്സ് ആണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. കീമോതെറാപ്പി ഫോർ അമീബിയാസിസ്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ, അമീബിയാസിസ് ഓൾസോ കോൾഡ് അമീബിക് ഡിസെൻട്രി. അതായത് അമീബിയാസിനെ തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് അമീബിക് ഡിസെൻട്രി. ഇറ്റ് ഈസ് ആൻ ഇൻഫെക്ഷൻ ഓഫ് ദി ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് കോസ്ഡ് ബൈ ആൻ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. അതായത് ഇത് ഇൻറ്റസ്റ്റൈനൽ ട്രാക്ടിനെ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. ഇതിന് കാരണമായിട്ടുള്ള പാത്തോജൻ എന്ന് പറഞ്ഞാൽ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയാണ്. ദെൻ ക്യാൻ ബി അക്യൂട്ട് ഓർ ക്രോണിക്. ഇത് സഡൻ ആയിട്ട് ഉള്ളതുണ്ടാകും, അതുപോലെ തന്നെ നീണ്ടു നിൽക്കുന്നത്. ക്രോണിക് എന്ന് പറഞ്ഞാൽ നീണ്ടു നിൽക്കുന്നത്, ലോങ് സ്റ്റാൻഡിങ്ങും ആയിരിക്കും. ദെൻ ഫ്രം അസിംപ്റ്റോമാറ്റിക് ടു മൈൽഡ് ഡയറിയ ആൻഡ് ടു ഫൾമിനന്റ് ഡിസെൻട്രി. അതായത് എന്തെങ്കിൽ ലക്ഷണങ്ങളൊന്നുമില്ലാത്ത ഡയറിയ ഉണ്ടാകാം, അതുപോലെ തന്നെ ഫൾമിനന്റ് ഡിസെൻട്രി ഒക്കെ ഉണ്ടാകാം. ഫൾമിനന്റ് ഡിസെൻട്രി എന്നാൽ ബ്ലഡും മ്യൂക്കസും ഡയറിയയിൽ അല്ലെങ്കിൽ സ്റ്റൂളിൽ പ്രസന്റ് ആയിരിക്കുന്നത്. ദെൻ ഇൻറ്റസ്റ്റൈനൽ ഡിസീസ് ആണ് പ്രധാനമായിട്ട് വരുന്നത്. അതായത് ഇൻവേർഡ് ആൻഡ് അൾസറേറ്റ് ദ മ്യൂക്കോസ ഓഫ് ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ ഓർ കോളൻ. അതായത് ലാർജ് ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ കോളന്റെയോ മ്യൂക്കോസയിൽ ഇൻവേർഡ് ചെയ്യുക, അതിലെ അതിക്രമിക്കുകയും അവിടെ അൾസറേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. മീൻസ് അവിടെ വ്യാപിക്കുക അല്ലെങ്കിൽ അവിടെ സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ലൂമിനൽ അമീബിയാസിസ്. ലൂമിനൽ അമീബിയാസിസ് എന്നാൽ നോൺ ഇൻവസീവ് കോളനൈസേഷൻ. അതായത് മറ്റു ശരീരഭാഗങ്ങളെ ബാധിക്കാത്ത, ഈ മറ്റു ശരീരകോശങ്ങളെ ബാധിക്കാത്ത രീതിയിലുള്ള കോളനൈസേഷൻ. കോളനൈസേഷൻ എന്നാൽ കൂട്ടം ചേരുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, സിസ്റ്റമിക് അമീബിയാസിസ്. സിസ്റ്റമിക് അമീബിയാസിസ് എന്നാൽ ബ്രെയിൻ, ലങ്സ്, ലിവർ ഇതിനെല്ലാം അഫക്ട് ചെയ്യുന്നതായിരിക്കും. Is it clear? മൂന്നാമത്തെ പോയിന്റ്, ഫ്രം അസിംപ്റ്റോമാറ്റിക് ടു മൈൽഡ് ഡയറിയ. അതായത് ലക്ഷണമില്ലാത്ത ഡയറിയ തൊട്ട് മൈൽഡ് ആയിട്ടുള്ള ഡയറിയ വരെ. അതായത് അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കാം. ലക്ഷണം ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഡയറിയ. ഓക്കെ, തൊട്ട് മൈൽഡ് ഡയറിയ മീൻസ് എന്താ പറയാ, മൈൽഡ്, മോഡറേറ്റ് അങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതായത് എന്താ പറയാ, ഏറ്റവും നേർത്ത രീതിയിലുള്ള ഡയറിയ. അതുകൂടാതെ തന്നെ ആൻഡ് ടു ഫൾമിനന്റ് ഡിസെൻട്രി. ഫൾമിനന്റ് ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ, ഫൾമിനന്റ് ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ ഡയറിയയിലെ ഒരു ടൈപ്പാണ് ഫൾമിനന്റ് ഡിസെൻട്രി. ഫൾമിനന്റ് ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ ബ്ലഡും മ്യൂക്കസും ഈ ഡയറിയയിൽ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. Is it clear? നെക്സ്റ്റ്, ഇൻറ്റസ്റ്റൈനൽ ഡിസീസ്. അതായത് ഇൻറ്റസ്റ്റൈൻ എങ്ങനെയാണ് ഡിസീസ് വരുന്നത് എന്നുള്ളത്. ജസ്റ്റ് ഇൻറ്റസ്റ്റൈനൽ ഡിസീസ് പ്രധാനമായിട്ട് അമീബിയാസിസ് എന്താണ്, ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിനാണ് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇൻറ്റസ്റ്റൈനൽ ഡിസീസ് എങ്ങനെ ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞത്. അതായത് ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെയോ കോളന്റെയോ മ്യൂക്കോസയിൽ പോയിട്ട് ഇൻവേഡ് ചെയ്യുക, അതിനെ അതിക്രമിക്കും, അവിടെ അൾസറേറ്റ് ചെയ്യുക, മീൻസ് അവിടെ അൾസറേഷൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ വ്യാപിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. എനി ഡൗട്ട്? ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക, ക്ലാസിഫിക്കേഷൻ ഓഫ് അമീബിസിഡൽ ഡ്രഗ്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് അമീബിസിഡൽ ഡ്രഗ്സ് എന്ന് ഹെഡിങ് കൊടുക്കുക. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ, ഒന്നാമത്തത് മിക്സ്ഡ് അമീബിസൈഡ്സ്. മിക്സ്ഡ് അമീബിസൈഡ്സ്. ഓക്കെ, ഇൻ ദാറ്റ് ലൂമിനൽ ആൻഡ് സിസ്റ്റമിക് ആക്ടിവിറ്റി. മിക്സ്ഡ് അമീബിസൈഡ്സിന് ലൂമിനൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ സിസ്റ്റമിക് ആയിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ട്. ലൂമിനൽ എന്താ, സിസ്റ്റമിക് എന്താന്ന് ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, മിക്സ്ഡ് അമീബിസൈഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂമിനൽ ആൻഡ് സിസ്റ്റമിക് ആക്ടിവിറ്റി. എക്സാമ്പിൾ മെട്രോണിഡസോൾ. എക്സാമ്പിൾ മെട്രോണിഡസോൾ. ഓക്കെ, അതായത് അമീബിസിഡൽ ഡ്രഗ്സിന് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ മിക്സ്ഡ് അമീബിസൈഡ്സ് ആണ്. ഓക്കെ, മിക്സ്ഡ് അമീബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ ലൂമിനൽ ആൻഡ് സിസ്റ്റമിക് ആക്ടിവിറ്റി ഉള്ളതാണ്. ഓക്കെ, എക്സാമ്പിൾ മെട്രോണിഡസോൾ. ദെൻ സെക്കൻഡ് വൺ, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റമിക് അമീബിസൈഡ്സ്. ഹൈഫൻ ഇട്ട് എഴുതാം. ഇതിൽ ഇൻറ്റസ്റ്റൈനൽ വാൾ ആൻഡ് ലിവർ. ഇൻറ്റസ്റ്റൈനൽ വാൾ ആൻഡ് ലിവർ. അതായത് ഇൻറ്റസ്റ്റൈനൽ വാളിനെ ലിവറിനെ അഫക്ട് ചെയ്ത അമീബിയാസിസ്. ഓക്കെ, ഇൻറ്റസ്റ്റൈനൽ വാൾ ആൻഡ് ലിവർ. എക്സാമ്പിൾ ക്ലോറോക്വിൻ, ഡീഹൈഡ്രോമെറ്റിൻ, ഡീഹൈഡ്രോഎമിറ്റിൻ, എമിറ്റിൻ. എന്നിട്ട് പറയാം എക്സാമ്പിൾ ക്ലോറോക്വിൻ, ഡീഹൈഡ്രോഎമിറ്റിൻ, എമിറ്റിൻ.
അതായത് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റമിക് അമീബിസൈഡ്സ് ആണ്. സിസ്റ്റമിക് അമീബിസൈഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റെസ്റ്റൈനൽ വാൾ ആൻഡ് ലിവർ അതിനെ അഫക്ട് ചെയ്യുന്ന അമീബിയാസിസ്. ഓക്കെ, എക്സാമ്പിൾ ക്ലോറക്വിൻ, ഡിഹൈഡ്രോ എമിറ്റിൻ ആൻഡ് എമിറ്റിൻ. ദെൻ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ luminal amoebicides. Luminal amoebicides. In that, parasite in the lumen of the bowel. Parasite in the lumen of the bowel. ബവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദരം എന്നുള്ള അർത്ഥം. ഓക്കെ, വയറെന്നൊക്കെയുള്ള അർത്ഥം. ഓക്കെ, അവിടെ ഉണ്ടാകുന്ന ലുമനിലായിരിക്കും പാരസൈറ്റ് ഉണ്ടാവുക. ഓക്കെ, പാരസൈറ്റ് ഇൻ ദ ലുമൻ ഓഫ് ദ ബവൽ. പാരസൈറ്റ് ഉണ്ടാകുന്നത് ബവലിലെ ലുമനിലായിരിക്കും. ലുമൻ എന്ന് പറഞ്ഞാൽ രക്തനാളം, മീൻസ് രക്തക്കുഴൽ എന്നുള്ള അർത്ഥം. ഓക്കെ, നേർത്ത രക്തക്കുഴലുകളിലായിരിക്കും ഉണ്ടാവുക. ബവലിലെ നേർത്ത രക്തക്കുഴലുകളിൽ പാരസൈറ്റ് പ്രസന്റ് ആണെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ് ലൂമിനൽ അമീബിസൈഡ്സ്. ലൂമിനൽ അമീബിസൈഡ്സ്. പാരസൈറ്റ് ഇൻ ദ ലുമൻ ഓഫ് ദി ബവൽ. അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ഡൈലോക്സനൈഡ്, ഡൈലോക്സനൈഡ് ഫ്യൂറേറ്റ്, ഡൈലോക്സനൈഡ് ഫ്യൂറേറ്റ്, ഡൈലോക്സനൈഡ് ഫ്യൂറേറ്റ്, പാരാമോമൈസിൻ. ഒറ്റ വേർഡാണ് ഡൈലോക്സനൈഡ് ഫ്യൂറേറ്റ്, പാരാമോമൈസിൻ. ഒറ്റ വേർഡാണ്. ഓക്കെ, നമ്മുടെ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കാം. ഡൈലോക്സനൈഡ് ഫ്യൂറേറ്റ്, പാരാമോമൈസിൻ, കോമ ഐഡോക്വിനോൾ. ഐഡോക്വിനോൾ രണ്ട് ഡ്രഗ്സ് ആണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അതായത് ഡൈലോക്സനൈഡ് ഫ്യൂറേറ്റ്, പാരാമോമൈസിൻ ആൻഡ് ഐഡോക്വിനോൾ. ഒന്നുകൂടി പറയാം. ക്ലാസിഫിക്കേഷൻ ഓഫ് അമീബിസൈഡൽ ഡ്രഗ്സിൽ 3 ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. മിക്സ്ഡ് അമീബിസൈഡ്സ്, സിസ്റ്റമിക് അമീബിസൈഡ്സ് ആൻഡ് ലൂമിനൽ അമീബിസൈഡ്സ്. മിക്സ്ഡ് അമീബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ ലൂമിനൽ ആൻഡ് സിസ്റ്റമിക് ആക്ടിവിറ്റി ആണുള്ളത്. എക്സാമ്പിൾസ് മെട്രോണിഡസോൾ. സിസ്റ്റമിക് അമീബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്റ്റൈനൽ വാൾ ആൻഡ് ലിവർ. എക്സാമ്പിൾ ക്ലോറക്വിൻ, ഡിഹൈഡ്രോ എമിറ്റിൻ ആൻഡ് എമിറ്റിൻ. ദെൻ മൂന്നാമത്തത് ലൂമിനൽ അമീബിസൈഡ്സ്, അതായത് പാരസൈറ്റ് ഇൻ ദ ലുമൻ ഓഫ് ദി ബവൽ. എക്സാമ്പിൾ ഡൈലോക്സനൈഡ് ഫ്യൂറേറ്റ്, പാരാമോമൈസിൻ ആൻഡ് ഐഡോക്വിനോൾ. Is it clear? Clear ആയോ? Okay. Next side effects. Next subheading കൊടുക്കുക, side effects. Nausea, vomiting, epigastric distress, epigastric distress, abdominal cramps, metallic taste, dizziness, അതായത് നൊസിയ ഉണ്ടാകും, വോമിറ്റിംഗ് ഉണ്ടാകും, എപ്പിഗാസ്ട്രിക് ഡിസ്ട്രസ് അതായത് എപ്പിഗാസ്ട്രിയത്തിന് ഡിസ്കംഫോർട്ട് ഉണ്ടാകും. ദെൻ അബ്ഡോമിനൽ ക്രാംസ് ഉണ്ടാകും. ദെൻ മെറ്റാലിക് ടേസ്റ്റ് ഫീൽ ചെയ്യും. ദെൻ ഡിസിനസ്. ഇത്രയാണ് സൈഡ് എഫക്ട്സ്. ക്ലിയർ? ഓക്കെ, ഇത്രയാണ് അതായത് എന്താ പറയാ കീമോതെറാപ്പി ഓഫ് പ്രോട്ടോസോവൽ ഡിസീസസിൽ വരുന്നത്. ഓക്കെ, അതായത് പ്രധാനമായിട്ടും മലേറിയയും അമീബിയാസിസും ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനോട്ട് പോകാം. എനി ഡൗട്ട്? എനി ഡൗട്ട്? ഓക്കെ, അടുത്ത ക്ലാസിഫിക്കേഷൻ അന്തൽമിനറ്റിക് ഡ്രഗ്സ്. അന്തൽമിനറ്റിക് ഡ്രഗ്സ്. ഈ അന്തൽമിനറ്റിക് ഡ്രഗ്സിനെ തന്നെയാണ് ആന്റി ഹെൽമിന്തിക് ഡ്രഗ്സ് എന്നും പറയുന്നത്. ഓക്കെ, അന്തൽമിനറ്റിക്സ് ആർ ഡ്രഗ്സ്. ഡെഫിനിഷൻ നോക്കാം. നിങ്ങൾ ജസ്റ്റ് ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. അന്തൽമിനറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റി ഹെൽമിന്തിക് ഡ്രഗ്സ്. ആന്റി ഹെൽമിന്തിക് ഡ്രഗ്സിനെ തന്നെയാണ് അന്തൽമിനറ്റിക് ഡ്രഗ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം ഡെഫിനിഷൻ. അന്തൽമിനറ്റിക്സ് ആർ ഡ്രഗ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു ട്രീറ്റ് ഇൻഫെക്ഷൻസ് വിത്ത് പാരസൈറ്റിക് worms. ഓക്കെ, അതായത്
അന്തൽമെന്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നത് പാരസൈറ്റിക് വേംസ് കാരണം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പാരസൈറ്റിക് വേംസ് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അന്തൽമെന്റിക് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് റൗണ്ട് വേം, ഹുക്ക് വേം, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. റൗണ്ട് വേം, ഹുക്ക് വേം, അങ്ങനെയുള്ള വേംസ് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്നോട് പറയാം അന്തൽമെന്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Anthelmintics are drugs that are used to treat infections with parasitic worms. അതായത് പാരസൈറ്റിക് വേംസ് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് അന്തൽമിനിറ്റിക് ഡ്രഗ്സ്. ഡെഫിനിഷൻ ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ കൊടുക്കാം. നെക്സ്റ്റ് ഹെഡിങ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. നിങ്ങൾ എഴുതണ്ട, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഡ്രഗ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുതരാം. അതായത് ഹെൽമിന്തിസ് എന്ന് പറഞ്ഞ പാരസൈറ്റിലെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഹെൽമിന്തിസ്. ഈ ഡ്രഗ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഹെൽമിന്തിസിന് വേണ്ടിയിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത് ആന്റി ഹെൽമിന്തിസ് ഡ്രഗ്സ് എന്നും വിളിക്കുന്നത്. ഓക്കെ, അതായത് ഹെൽമിന്തിസിൽ എഗെയിൻ പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹെൽമിന്തിസിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് നെമറ്റോഡ്സ്, ട്രെമറ്റോഡ്സ് ആൻഡ് സെസ്റ്റോഡ്സ്, ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതായത് ഹെൽമിന്തിസ് എന്ന് പറഞ്ഞ ഒരു പാരസൈറ്റ് ആണ്. ആ പാരസൈറ്റിനെ പിന്നെയും 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, നെമറ്റോഡ്സ്, ട്രെമറ്റോഡ്സ് ആൻഡ് സെസ്റ്റോഡ്സ്. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതായിരിക്കും. 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഹെൽമിന്തിസിനെ പിന്നെയും 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നെമറ്റോഡ്സ്, ട്രെമറ്റോഡ്സ്, സെസ്റ്റോഡ്സ്. ഓക്കെ, ഇനി അതിന്റെ ഡ്രഗ്സ് ആണ് നമ്മൾ പറയുന്നത്. ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ളൂ. ഹെൽമിന്തിസ് എന്ന് പറഞ്ഞ പാരസൈറ്റ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, ഹെൽമിന്തിസിനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നെമറ്റോഡ്സ്, ട്രെമറ്റോഡ്സ്, സെസ്റ്റോഡ്സ്. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡ്രഗ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ നോക്കാം. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഫോർ നെമറ്റോഡ്സ്. ഒന്നാമത്തത് ഹെഡിങ് കൊടുക്കുക, ഫോർ നെമറ്റോഡ്സ്. അതായത് ഹെൽമിന്തിസിലെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നെമറ്റോഡ്സ്. നെമറ്റോഡ്സ് എന്ന് പറഞ്ഞ പാരസൈറ്റ്സിന് എതിരെ പ്രവർത്തിക്കുന്ന ഡ്രഗ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തത് ഫോർ നെമറ്റോഡ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ഡ്രഗ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ പൈറന്റൽ പാമോറ്റ്. പൈറന്റൽ പാമോറ്റ്. സെക്കൻഡ് വൺ ലെവമിസോൾ. ലെവമിസോൾ. നെക്സ്റ്റ് വൺ പിപ്പരാസിൻ. നെക്സ്റ്റ് വൺ ivermectin. Ivermectin. Next one diethyl carbamazine. Diethyl carbamazine. Last one thiabendazole. Thiabendazole. ഒന്നുകൂടി വായിക്കാം. ഫസ്റ്റത്തേത് ഫോർ നെമറ്റോഡ്സ് ആണ്. നെമറ്റോഡ്സിനെതിരെ പ്രവർത്തിക്കുന്ന ഡ്രഗ്സ്. അതായത് പൈറന്റൽ പാമോറ്റ്, ലെവമിസോൾ, പിപ്പരാസിൻ, ഐവർമെക്റ്റിൻ, ഡൈഇഥൈൽ കാർബാമെസിൻ ആൻഡ് തയാബെൻഡസോൾ. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഫോർ ട്രെമറ്റോഡ്സ്. ഫോർ ട്രെമറ്റോഡ്സ്. അതിൽ വരുന്ന ഡ്രഗ്സ് മെട്രിഫോണേറ്റ്. മെട്രിഫോണേറ്റ്. സെക്കൻഡ് വൺ ബിത്തിയോണോൾ. ബിത്തിയോണോൾ. അതായത് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഫോർ ട്രെമറ്റോഡ്സ് ആണ്. എക്സാമ്പിൾസ് മെട്രിഫോണേറ്റ് ആൻഡ് ബിത്തിയോണോൾ. നെക്സ്റ്റ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഫോർ ട്രെമറ്റോഡ്സ് ആസ് വെൽ ആസ് സെസ്റ്റോഡ്സ്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഫോർ ട്രെമറ്റോഡ്സ് ആസ് വെൽ ആസ് സെസ്റ്റോഡ്സ്. അതായത് ട്രെമറ്റോഡ്സിനും സെസ്റ്റോഡ്സിനും കൊടുക്കുന്നത്. ഫോർ ട്രെമറ്റോഡ്സ് ആസ് വെൽ ആസ് സെസ്റ്റോഡ്സ്. അതിന് എക്സാമ്പിൾ പ്രാസിക്വാൻഡൽ. പ്രാസിക്വാൻഡൽ എന്ന് പറഞ്ഞൊരു ഡ്രഗ് ആണ് വരുന്നത്. പ്രാസിക്വാൻഡൽ. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ ട്രെമറ്റോഡ്സ് ആസ് വെൽ ആസ് സെസ്റ്റോഡ്സ്. എക്സാമ്പിൾ വരുന്നത് പ്രാസിക്വാൻഡൽ. നെക്സ്റ്റ് നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ഫോർ സെസ്റ്റോഡ്സ്. ഫോർ സെസ്റ്റോഡ്സ്. എക്സാമ്പിൾ വരുന്നത് നിക്ലോസമൈഡ്. എക്സാമ്പിൾ നിക്ലോസമൈഡ്.
ഒന്നുകൂടി പറയാം. ക്ലാസിഫിക്കേഷൻ പ്രധാനമായിട്ടും 4 ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഫോർ നെമറ്റോഡ്സ്, സെക്കൻഡ് വൺ ഫോർ ട്രെമറ്റോഡ്സ്, തേർഡ് വൺ ഫോർ ടെർമറ്റോഡ്സ് as well as cestodes, ഫോർത്ത് വൺ ഫോർ cestodes. ഫോർ നെമറ്റോഡ്സില് പൈറന്റൽ പാമേറ്റ്, ലവമിസോൾ, പിപ്പരാസിൻ, ഐവർമെക്റ്റിൻ, ഡൈഈഥൈൽ കാർബോമെസിൻ, തയബെൻഡസോൾ. ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഫോർ ട്രെമറ്റോഡ്സ്, അതിൽ വരുന്നത് മെട്രിഫോണൈറ്റ് ആൻഡ് ബിത്യോണോൾ. ദെൻ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഫോർ ട്രെമറ്റോഡ്സ് as well as cestodes, അതിൽ വരുന്നത് പ്രാസിക്വാൻഡൽ. ദെൻ നാലാമത്തത് ഫോർ cestodes, അതിൽ വരുന്നത് നിക്ലോസമൈഡ്. Is it clear? Okay. ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്നിട്ട് അടുത്തതിലോട്ട് പോകാം. സോന, കീമോതെറാപ്പി ഫോർ അമീബിയാസിസ് പറ. ഓക്കെ. നിഷാന, ക്ലാസിഫിക്കേഷൻ ഓഫ് അമീബിസൈഡ് ഡ്രഗ്സ് പറ. പാരസൈറ്റ്, ഡയലോക്സനൈഡ്, ഫ്യൂറേറ്റ്, പരാമോമൈസിൻ, പരാമോമൈസിൻ, ഐഡോക്വിനോൾ, ഐഡോക്വിനോൾ. Okay. Alina, what are the side effects? Okay. Shikana, എന്താണ് അന്തർമിനറ്റിക് ഡ്രഗ്സ്? പറഞ്ഞോ. ഐവർമെക്റ്റിൻ, ഐവർമെക്റ്റിൻ, ഡൈഇഥൈൽ, ഡൈഇഥൈൽ. ബിത്യോണോൾ, പ്രാസിക്വാൻഡൽ, പ്രാസിക്വാൻഡൽ. Okay.
ഓക്കെ, എനി ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ഡ്രഗ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് എന്നും വായിക്കുക, എന്നും വായിച്ച് നോക്കുക. മീൻസ് ഡ്രഗ്സിന്റെ നൈംസ് ഒക്കെ എന്താ പറയുക, പ്രൊണൗൺസ് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, ഒരുപാട് തവണ പഠിക്കുക. ആരാണ് ഷിഹാന? അമീബിസൈഡ്സിലാ? അതിലെ ഷിഹാന? അമീബിസൈഡ്സിലെ ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് വൺ മിക്സ്ഡ് അമീബിസൈഡ്സ്, സെക്കൻഡ് വൺ സിസ്റ്റമിക് അമീബിസൈഡ്സ്. അതിലെന്താ വേണ്ടേ? ഓക്കെ ഓക്കെ ഓക്കെ, ബാക്കി ക്ലാസ് നാളെ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.